വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മേക്ക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കലണ്ടർ മേക്കിംഗ് ആണ് നമ്മൾ ഇന്ന് ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഈവൻ ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതായിരുന്നു. അപ്പോൾ അത് നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ അത് കാണിച്ചു തരുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തേക്കുന്നത്. രണ്ടാമതായിട്ട് കാണിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേസർ പ്രിന്റ് ഔട്ട് ആണ് വരുന്നത്. നമുക്കിപ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, കളർ പ്രിന്റ് ഔട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ലേസർ പ്രിന്റ് ഔട്ടും നമ്മുടെ നോർമൽ പ്രിന്റ് ഔട്ടും തമ്മിലുള്ള ഡിഫറൻസും കൂടെ ഞാൻ പറഞ്ഞു തരാം. ലേസർ പ്രിന്റ് ഔട്ട് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. നോർമൽ പ്രിന്റ് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് ബോട്ടിൽ നിങ്ങൾ കാണുന്നില്ലേ, ഇത് ഇപ്പോഴും നല്ല കിടലിനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വാർണിഷൊക്കെ പ്രോപ്പറായിട്ട് അടിച്ചത് കൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ലേസർ പ്രിന്റ് ഔട്ട് വെച്ച് ഒന്ന് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നെ പ്രിന്റ് ഔട്ട് എടുക്കാം. പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ജസ്റ്റ് നമ്മുടെ ഏത് വർഷത്തെ കലണ്ടർ ആണോ നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് 2020 അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെയാണ്. ഇപ്പം നമുക്ക് 2021 വേണമെന്നുണ്ടെങ്കിൽ 2021 കലണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻസിലുള്ളത് നമുക്ക് കിട്ടും. അതിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ കാർട്ടൂൺ കലണ്ടർ അല്ലെങ്കിൽ ഫ്ലോറൽ കലണ്ടർ അങ്ങനെ പറഞ്ഞാലും നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതേ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെ മോഡ് പോഡ്ജ് ഉണ്ട്, പിന്നെ ഒരു ബൗളും കൂടി എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലാറ്റ് ബ്രഷും കൂടെ നമുക്ക് വേണം. കൂടാതെ ബേസ് കോട്ട് കൊടുത്തേക്കുന്ന ബോട്ടിലും എടുത്തിട്ടുണ്ട്. ബേസ് കോട്ട് നമുക്ക് 2-3 കോട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബേസ് കോട്ടിനായിട്ട് ജെസു, അക്രിലിക് കളർ, സ്പ്രേ പെയിന്റ് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. മോഡ് പോഡ്ജ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടും കൂടെ എടുക്കാം. ഫെവിക്കോള് 2 സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ആദ്യം നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ കട്ട് ചെയ്ത പീസിൻ്റെയൊക്കെ ബാക്കിൽ ഒരു ലെയർ ഒന്ന് കളയണം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്ക് ലെയർ ഒന്ന് കളയാൻ പോണത്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ ഫിംഗറിലാക്കിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്ക് ലെയർ ഒന്ന് പോകും. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറിൻ്റെ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേസർ പ്രിൻ്റ് ഔട്ട് എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. അപ്പോൾ ലേസർ പ്രിന്റ് ഔട്ട് വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നോർമൽ പ്രിന്റ് ഔട്ട് സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ കളർ പ്രിന്റ് ഔട്ടോ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ വെള്ളം കൊണ്ട് ബാക്ക് ലെയർ കളയുകയാണെന്നുണ്ടെങ്കിൽ സ്മഡ്ജ് ആവാൻ, അതിൻ്റെ ഇങ്ക് ഇങ്ങനെ പടർന്ന് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നോർമൽ പ്രിന്റ് ഔട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ സാധാരണ പോലെ ഒന്ന് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അല്ല, നിങ്ങൾ ലേസർ പ്രിന്റ് ഔട്ടാണ് നിങ്ങൾ എടുത്തേക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഈ ഒരു തെറ്റ് പറ്റാൻ പാടില്ല. എല്ലാത്തിൻ്റെയും ബാക്ക് ലെയർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് മോഡ് പോഡ്ജ് അവിടെ അപ്ലൈ ചെയ്തു അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ബോട്ടിൽ ആർട്ടാണിത്. ഇവിടെ ഞാൻ 2 ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലേസർ പ്രിന്റ് ഔട്ടും ഒന്ന് സാധാരണ പ്രിന്റ് ഔട്ടും ആണ്. അപ്പോൾ ഈ സാധാരണ പ്രിന്റ് ഔട്ടും കളറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബാക്ക് ലെയർ ഇങ്ങനെ കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. നേരെ മറിച്ച് നമ്മൾ മറ്റേതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്കോ പാഷൊക്കെ ചെയ്തേക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, ഈവൻ കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം മറ്റേതും ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ആ ബാക്ക് ലെയർ കളയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ലേസർ പ്രിന്റ് ഔട്ട് എടുക്കണം, അതും കൂടി ഒരു കാര്യമാണ്. അപ്പം അടുത്തൊരു ബോട്ടിൽ ആർട്ടും കൂടെ വരുന്നുണ്ട്. കലണ്ടർ മേക്കിംഗ് ഈ ഒരു ബോട്ടിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ അത് ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. സോ ട്രൈ ചെയ്യാതിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.